ഇപ്പം തസൗഫ് വലിയ സംഗതിയാണ്. ആത്മീയമായി ചിന്തിച്ച് ഈ ഭൗതികമായ സംഗതികളെ മൊത്തം ഉപേക്ഷിക്കൽ നന്നായിട്ട് ഫലം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ തസൗഫിന്റെ കൈപുസ്തകമായ വലിയ ആവാനുള്ള ആളുകൾ പഠിക്കണമെന്നും പ്രയോഗിക്കണമെന്നും ദൈനന്ദു മഖ്ദൂം ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയ അദ്ഖിയ തന്നെ പരിശോധിക്കുക. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. കുടുംബമുള്ള ആൾ, ഭാര്യയുള്ളയാൾ, മക്കളുള്ള ആൾ, ചെലവെടുക്കൽ നിർബന്ധമായ മാതാവും പിതാവൊക്കെ ഉള്ളയാൾ. അമ്മൽ മുഈൽ ലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. ജോലി ചെയ്യാതെ അവൻ എവിടെയെങ്കിലും കുത്തിയിരുന്ന് മഖ്ബറയിലാകട്ടെ പള്ളികളിലാവട്ടെ ദിക്റും ഖുർആനുമായി കൂടൽ അനുവദനീയമേ അല്ല. അമൽ മുഈൽ അത് പറ്റും, ഏകനാണ്, മൂപ്പർക്ക് ആരുമില്ല, ലൈംഗികമായി അയാൾക്ക് താല്പര്യമൊന്നുമില്ല, അതുവഴി ഹറാമൊന്നും സംഭവിക്കൂല. കല്യാണം കഴിച്ചില്ല എന്നതുകൊണ്ട് ലൈംഗികമായ അധർമ്മത്തിന്റെ ഒരു സംഗതിയിലേക്കും അയാൾ എത്തിപ്പെടൂല. അത്രമേൽ ശ്രദ്ധാലുവാണ്, സൂക്ഷ്മശാലിയാണ്. അങ്ങനത്തെ ഒരാൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ദിക്റും സലാത്തുമായിട്ട് നടന്നു, സിയാറത്തുമായി നടന്നു, മഖ്ബറകളിൽ നിന്ന് മഖ്ബറകളിലേക്ക് അയാൾ പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. അയാളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നേരെ കുറച്ച് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതല്ലെങ്കിൽ നാം ചെലവെടുക്കൽ നിർബന്ധമായ വൃദ്ധരായ രോഗികളായ മാതാവും പിതാവും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾ ഞാനൊരു സൂഫിയാന്ന് പറഞ്ഞിട്ട് അന്തമുട്ട് നടക്കാൻ പാടുണ്ടോ? ഇല്ല. അമൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. ജോലി ചെയ്യാതെ അയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദിക്റിന്റെ ആളാന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ പാടില്ല. നേരെ മറിച്ച് അവൻ ജോലി ചെയ്യണം.